ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ താറാവുകളെയും കോഴികളെയും പ്രാവുകളെയൊക്കെ നോക്കാനും പോകാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കോഴികളോട് നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പടക്കോഴിയാണ്. പിന്നെ ഇവിടെ ഒരു പടക്കോഴി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് രണ്ടെണ്ണം താറാവ്, ഈ പട അതും പടയാണ്. ഇവർ സെറ്റാണ്. ഇതും പിന്നെ ഇത് വേറൊരു താറാവാണ്. ഇത് ഫ്ലൈൻഡൊക്കെ എന്ന് പറഞ്ഞു മണിത്താറാവെന്നാണ് ഈ താറാവിനെ പറയാം. മോസ്കോവിറ്റക്ക് മണിത്താറാവ് ഫ്ലൈൻഡൊക്കെ അങ്ങനെയൊക്കെ പറയും. ഇത് വിഗോവയുടെ ആൺതാറാവാണ്. പിന്നെ ഇവിടെ ചാത്തൻകോഴി നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ പടയാണ്. ഇത് നാളിനെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ രണ്ട് ഈ ഫ്രണ്ട്സ് പിന്നെ ഇവിടെ താറാവിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. കണ്ട ആൾ ഓടിപ്പോണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചാമ്പയ്ക്ക് കുറേ കിട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. കണ്ട വേണ്ട ഇവന്മാർ ഇവരെന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവന്മാരല്ല ഇവരുമാരുടെ അടുത്ത് കുറേ വരുന്നുണ്ട്. കണ്ട ഇവ ഭയങ്കര സ്നേഹമാണ് എന്നിട്ട്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു ഇൻക്യുബേറ്ററിൽ നിന്ന് ലാസ്റ്റത്തെ വെച്ചിറങ്ങിയതാണ്. ഇതിൽ കുറച്ചൊന്ന് പടിയും കുറച്ചൊന്ന് ചാത്തനുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലൈനെക്കിൻ്റെ കൂട്ടിൽ ഫ്ലൈനെക്ക് മുട്ടറിൻ്റെ കൂട്ടിൽ നമ്മുടെ കോഴിപ്പട ഇരിക്കുന്നതാണ്. കണ്ട നമ്മുടെ കോഴിപ്പട മുട്ടിട്ടിട്ടുണ്ട്. കണ്ട പുതിയ മുട്ട ഇട്ടിട്ടുണ്ട്. കണ്ട കോഴിപ്പട ഇങ്ങനെ വേണ്ട കോഴി കൊക്കി മുട്ടിട്ട് കഴിഞ്ഞ് കോഴി കൊക്കിയിട്ടാ. ഇനി നമുക്ക് മുട്ട എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ കൂടി തുറന്നു വിടാം. കോഴി പൊക്കോട്ടെ. കോഴി പൂട്ടാറ് കണ്ട കോഴി മുട്ടിട്ട് പോയി. നമുക്കിത് അടയ്ക്കാം. അടച്ചിട്ടാ. പിന്നെ നമ്മുടെ പ്രാവുകളൊന്നും രാവിലെ തീറ്റ തിന്ന് പോയതാണ്. നമ്മുടെ പ്രാവുകൾക്ക് തിന്നാനുള്ള സ്ഥലമാണ്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ താറാവുകളൊക്കെ വിശ്രമിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിനടി കൂടിനടിയിൽ ഇതാണ് ഫ്ലൈനെക്കിൻ്റെ ആണെന്ന് പറയുന്നത്. മുഖത്ത് നിറച്ച് കുരുക്കൾ പോലെ ഉണ്ടാവും. ഇത് പ്രായം കുറവായതാണ്. നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ ഫ്ലൈനെക്കിൻ്റെ ആണെന്ന്. മുട്ടിട്ട കോഴിയുണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോഴി നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചിക്കടയിൽ കോഴിന്ന് പൊരിമീറ്റ് കിട്ടി. അങ്ങ് മുട്ടയൊക്കെ വെച്ചപ്പോൾ ശരിക്കൊക്കെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് മുട്ടിട്ടിടിങ്ങി. പക്ഷെ ഇതിൻ്റെ മുട്ട തോല് മുട്ടയാണ് കിട്ടുന്നത്. ഇനി കോഴിക്ക് ഇത്തിരി വയ്യായി. നമ്മൾ മരുന്ന് കൊടുത്ത് റെഡിയാക്കണം. പിന്നെ ഇവർ രണ്ടുപേരും വേറെയാണ്. അവിടെ പാമ്പ് വന്നേ പിന്നെ ജീവിച്ച് മുന്നേറിയവരാണ്. പിന്നെ ഈ താഴ്ത്താറാവൊക്കെ നമ്മുടെ കയ്യിൽ തീറ്റ കാണിക്കുമ്പോൾ കിട്ടാം. കണ ഇത് നമ്മുടെ ഏറ്റവും ചെറുപ്പത്തിൽ കാണിച്ചിട്ടുള്ള താറാവായതുകൊണ്ടാണ് ഇത്ര ഇണക്കം. അപ്പോൾ നമ്മുടെ ഫ്ലൈനെക്കിൻ്റെ പെണ്ണ് വരുന്നുണ്ട. പിന്നെ ഇതും അതിൻ്റെ ഒപ്പം ഉള്ളതാണ് കേട്ടോ. ആൺതാറാവിൻ്റെ ഒപ്പം ഈ വിഗോവയുടെ പെൺതാറാവാണ്. ഇതാണ് അവർക്ക് കുളിക്കാനുള്ള കുളാട്ടാ. കണ്ട അവരുടെ കുളം കണ്ട. ഇതാണ് അവർക്ക് കുടിക്കാനുള്ള കുളം. ഇത് നോക്കിക്കണം നമ്മളെ നോക്കിക്കണല്ലോ അവിടെ രണ്ടെണ്ണം. പിന്നെ എന്താ പറയുന്നത് ഇവിടെ നമ്മൾ ചോപ്പമ്മണ്ണ ഇറക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചെളിയാകുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് ചോപ്പമ്മണ്ണ ഇറക്കിയപ്പോൾ പിന്നെ അധികം ചെളി വരുന്നില്ല. ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്നതാകുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. കുറച്ചൊക്കെ ചെളി വരുന്നുണ്ട്. പിന്നെ ഫ്ലൈനൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം മുട്ടിട്ടതിന് ശേഷം ഫ്ലൈനൊക്കെ ഒന്ന് അടയിരിക്കണം. അങ്ങനെയാണ് പതിവെന്ന് തോന്നണേ. നിങ്ങൾക്കറിയുന്നത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയ തറാണ്. ഇതിനിടയിലാണ് ഇവരുടെ വിശ്രമം. ഒരിക്കലും ഇതിനിടയിൽ പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പാമ്പിനൊക്കെ പിന്നെ മൂർക്കൻ പാമ്പായിരുന്നു. നമ്മുടെ വീട്ടിൽ അപ്പരോട് ചെയ്തിട്ടുണ്ട്. മൂർക്കൻ പാമ്പായിരുന്നു. അതിനെ പിടി കൊണ്ടുപോയി. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ സൈഡിലായിട്ട് ക്ലിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത് ഈ കോഴി മുട്ടയിടാൻ തരുന്നതാന്ന് തോന്നണേ. കണ്ട ചില കോഴികൾ ഇതിൽ മുട്ടറും ചിലത് ഇതിൽ മുട്ടറാണ്. ഇതിലാണ് കൂടുതൽ മുട്ടയിടാറ്. നോക്കിക്കണം കാരണം കണ്ട ഉമാര് നല്ലതാണ്. ഇതിൽ കുറച്ച് ആൺതാറാവുണ്ട്. നമ്മൾ ആൺതാറാവിനൊക്കെ കോഴിക്കടയിൽ കൊടുക്കും. ഇത് നമ്മുടെ ചാത്തൻ കോഴിയാണ് പുതിയത്. പിന്നെ ഇവനാണ് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളവൻ കേട്ടാ. ഇത് നമുക്ക് കാണിച്ചത് തന്നെയാണ്. നമ്മുടെ കണ്ട ഇങ്ങനെ കൂട് സെറ്റപ്പ് വരണേ. കണ്ടാ ഇതിൽ വലിയൊരു ചതുരക്കള്ളി. പിന്നെ ഇത് രണ്ട് ഇങ്ങനത്തെ കള്ളികളാണ്. ഇതിലൊക്കെ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഇതിൽ നമ്മൾ താറാവുകളെ കയറ്റുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇല്ല. പിന്നെ അതിലാണ് താറാവുകളെ കയറ്റാറ്. പിന്നെ ഇതിൽ ഈ കൂട്ടിലൊരു കള്ളിയിൽ കാണിച്ചു തരാം. കൂട്ടിലെ ഒരു കള്ളിയിൽ വിഗോവയുടെ ജോഡിയും മറ്റേ കള്ളിയിൽ ഫ്ലൈനെക്കിൻ്റെ ജോഡിയാണ്. ഫ്ലൈനെക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ വന്ന് മുട്ടിട്ടേക്കും. പിന്നെ മുട്ടിട്ടതിന് ശേഷം അത് അതിൻ്റെ കൂട്ടി തന്നെ കയറും. അങ്ങനെയാണ്. പിന്നെ എല്ലാം മുട്ടിട്ടതിന് ശേഷം അത് വന്ന് ഇവിടെ അടിയിരിക്കും. പിന്നെ അവിടെ കുഞ്ഞുങ്ങളായി നിറക്കും. അങ്ങനെയാണ് ഫ്ലൈനെക്കിൻ്റെ മുട്ടയിടുന്നത്. പിന്നെ താറാവുകൾ എന്ന് പറയുമ്പോൾ മുട്ടയൊക്കെ ഇടും. പക്ഷേ ചില താറാവുകളൊക്കെ മുട്ടയ്ക്കൊക്കെ അടിയിരിക്കും. അത് വേറെ കാര്യമാണ്. പിന്നെ ഇവിടെ ചെളിയായിട്ടുണ്ട്. ഇവിടെ മറ്റേ മോട്ടറിൽ നിന്ന് വെള്ളം വരുന്ന കാരണം ചെളിയാവുന്നതാണ്. പിന്നെ നമ്മുടെ കോഴികളിവിടെ ഉണ്ട്. വിഗോവയുടെ മുട്ട ചെയ്യാൻ എടുത്തത് വെച്ചിട്ടാണ്.
കോഴിയുണ്ട്. ഇത് കറുത്ത കോഴി ഇത്തിരി പ്രായമായിട്ടുണ്ട്. നമ്മൾ പൊരുന്നി തന്നെ വാങ്ങിച്ചാണ്. അത് രണ്ടാമത് പൊരുന്നിയതാണ് മുട്ടയിട്ടതിന് ശേഷം. പിന്നെ ഇത് പൊരുന്നാത്തത് കാണിച്ചാണ് ചെറുപ്പത്തിലുള്ളത്. ഇപ്പോഴെ പൊരുന്നിയത് ആദ്യമായിട്ട് പൊരുന്നണേ. പിന്നെ ഈ രണ്ടും നമ്മുടെ തേനീച്ചകൾക്കൊക്കെ പെട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു പെട്ടിയും ഇത്തിരി ഉണ്ടപ്പുള്ള പെട്ടിയാണ്, ചതുര ടൈപ്പ്. പിന്നെ ഇവന്മാർ മൂന്നേരും ഇപ്പോൾ വളർന്നിട്ട് വരുന്നുള്ളൂ. ഇതിൽ ആ ഉഷാറുള്ളത് കാരണം വലിപ്പുള്ളത് വലിപ്പുള്ളത് ആദ്യം ഉണ്ടായിരുന്നാണ്. ആകെ നമ്മുടെ ഒച്ചയ്ക്ക് കേട്ടവർ ഭയങ്കര ഒച്ച ഉണ്ടാക്കും. അതാ പ്രശ്നം. അപ്പോൾ എല്ലാത്തിനും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ കടപ്പ്ളാവുമ്പോൾ നമ്മൾ കടച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കടച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയില്ലേ? അത് ആകെ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത്. വേറെ ഒരെണ്ണം കൂടി ഇല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും